ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇടപെടലിൽ 553 തടവുകാരെ മോചിപ്പിക്കുന്നു. ക്യൂബൻ സർക്കാരാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. 553 തടവുകാർക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള തീരുമാനം അറിയിച്ചുകൊണ്ട് ക്യൂബൻ പ്രസിഡന്റ് മിഗുവൽ ഡയാസ് കനാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കത്തയച്ചു. 2025 ജൂബിലി വർഷത്തിൽ തടവുകാരെ മോചിപ്പിക്കുവാൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിരുന്നു. ഈ ആഹ്വാനത്തെ പരാമർശിക്കുന്നതാണ് ക്യൂബയുടെ പ്രസ്താവന. ജൂബിലി വർഷം പ്രഖ്യാപിച്ചുള്ള സ്പേസ് നോൺ കോൺഫുണ്ടീത് എന്ന ഔദ്യോഗിക രേഖയിൽ വ്യക്തികളെ ആത്മവിശ്വാസം വീണ്ടെടുക്കുവാൻ സഹായിക്കുന്നതിന് പ്രത്യാശ, പൊതുമാപ്പ് എന്നിവ സർക്കാരുകൾ ഏറ്റെടുക്കണമെന്നായിരുന്നു മാർപ്പാപ്പയുടെ ആഹ്വാനം. ഭരണകൂടവുമായുള്ള സുഗമമായ ബന്ധത്തിന്റെ ഭാഗമായി ക്യൂബൻ ഗവൺമെന്റ് ഫ്രാൻസിസ് മാർപ്പാപ്പയും വത്തിക്കാൻ പ്രതിനിധികളുമായി അടുത്തിടെ ആശയവിനിമയം നടത്തിയിരുന്നു. 1998 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ നടത്തിയ ചരിത്രപരമായ ക്യൂബൻ സന്ദർശനത്തിന് 4 നൂറ്റാണ്ടുകൾ തികഞ്ഞ വേളയിൽ 2023 ജൂണിൽ ഡയാസ് കനാലും ഫ്രാൻസിസ് പാപ്പയും തമ്മിൽ കൂടിക്കാഴ്ച നടന്നു. നമുക്കറിയാം, 2023-2024 കാലയളവിൽ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ട 10,000-ലധികം പേരെ മോചിപ്പിക്കുവാൻ അന്ന് ആ കൂടിക്കാഴ്ച കാരണമായി. 2022 ഓഗസ്റ്റിൽ വിദേശകാര്യമന്ത്രി ബ്രൂണോ റോഡ്രിഗസ് പരില്ലയും വത്തിക്കാനിലെത്തി ഫ്രാൻസിസ് പാപ്പയെ സന്ദർശിച്ചിരുന്നു.